ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിനോജ് ഉണ്ണികൃഷ്ണൻ. ഇന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ എക്സാക്റ്റ് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നിഫ്റ്റി പറഞ്ഞിരുന്നു ഒരു ഗ്യാപ്പ് അപ്പോ വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ വരുവാണെങ്കിൽ 12,830 ആ ലെവലിൽ വരുമ്പോൾ ഒരു ബൈ ബാക്ക് ഉണ്ടാവും, നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് 12,960 ലെവൽസിലേക്ക് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു. എനി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അത് താഴേക്ക് 12,825 830 ലെവൽസിലേക്ക് വരും. അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് 12,960 വരെ ഉണ്ടാവുമെന്ന് പറയുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചത്. രാവിലെ ഓപ്പൺ ചെയ്തത് 12,961 തന്നെയായിരുന്നു. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് വന്നു. എഗെയിൻ നമ്മൾ പറഞ്ഞ എക്സാക്ട്ലി മെൻഷൻ ചെയ്ത ലെവലിലേക്ക് എത്തി. 12,830 ആ ലെവൽസിലേക്ക് വന്നു. അവിടെ നിന്ന് ഷാർപ്പ് പുൾ ബാക്ക് ആണ് വന്നിരിക്കുന്നത്. 12,960 വരെ 68 വരെ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു സെൽ ഓഫ്. കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് 4th ടൈമാണ് ആ ഏരിയയിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. വൺസ് അത് ബ്രേക്ക് ചെയ്താൽ നല്ല ഷാർപ്പ് റാലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം 12,965 അപ്പർ സൈഡും ലോവർ സൈഡ് 12,830 ഈ രണ്ട് ലെവലും ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാരണം നമുക്ക് ഫർദർ ആയിട്ടൊരു ഫ്രഷ് ലെവൽസ് ഇനി പറയാനില്ല. ഈ ഏതെങ്കിലും ഒരു റേഞ്ചിൽ തന്നെയുള്ള ഒരു മൂവ്മെന്റ്, ഈ ലെവൽസിലുള്ള മൂവ്മെന്റ് തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന ലോ ഇതാണ്. അതിനുശേഷം ഫ്രഷ് ലോ മുകളിലേക്കാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ലോ, അതായത് ഒരു ഫ്രഷ് ഹയർ ആയിട്ടുള്ള ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെവല് ബ്രേക്ക് ചെയ്യാൻ 12,965 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലൊരു ചെറിയ സെൽ ഓഫ് വരികയാണെങ്കിലും 12,830 ആ ലെവലിലേക്ക് വരുവാണെങ്കിൽ ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ലെവൽ നമ്മൾ ബൈക്ക് വേണ്ടി ഒരു മനസ്സിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയും നമ്മൾ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ഒരു വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് താഴെ നിന്നൊരു ബൈ ബാക്ക് എടുക്കാൻ പറഞ്ഞിരുന്നു. ഓൾറെഡി തന്നെ നമുക്കറിയാം ഡേ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ലെവല് 29,000 എത്രത്തോളം കാലം നിൽക്കുന്നോ അത്രത്തോളം ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. അപ് ടു 28,000 വരെ വരുന്ന ഏതൊരു ഇതും പുൾ ബാക്ക് തന്നെയാണ്. 28,000 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വരൂ എന്നും ഇതിനുള്ള സാധ്യത ഉള്ളൂ. അതുവരെ എപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. ഇന്ന് ഓപ്പൺ ചെയ്തത് 29,412. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്ത് ഡിപ്പ് 28,800 ലെവലിലേക്ക് കിട്ടുവാണെങ്കിൽ, ആ ലെവലാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്ന ലെവല് 28,800. ആ ലെവല് 800 850 ലെവൽസിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തത് വളരെ ഗ്യാപ്പ് അപ്പിലാണ്. 29,412 അതിനുശേഷം ഒരു സെൽ ഓഫ് വന്നു. എക്സാക്ട്ലി നമ്മൾ മെൻഷൻ ചെയ്ത ലെവല് 28,852 വരെ വന്നിരുന്നു. അതിനുശേഷം എഗെയിൻ നമ്മൾ പറഞ്ഞിരുന്നു 29,400 ആണ്. നമുക്ക് ഈ 28,850 വരെ വരികയാണെങ്കിൽ അടുത്ത ലെവല് പുൾ ബാക്ക് വരുന്നത് 29,400 ആണ്. ഏകദേശം 500 പോയിന്റോളം മൂവ്മെന്റ് ആണ് മുകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. 29,386 വരെ വന്നിരുന്നു. നിയറസ്റ്റ് ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ, ഒരു 60 പോയിന്റ് വ്യത്യാസം ഉള്ളൂ നമ്മൾ പറഞ്ഞ 29,400 ആ ലെവലിലേക്ക് വന്നു. എഗെയിൻ ഒരു സെൽ ഓഫ് വന്നു. സോ നമുക്കിനി നാളെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് ചിലപ്പോൾ 28,600 ലെവലിലേക്ക് ഒരു സെൽ ഓഫ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് 28,800 ലെവലിന് താഴെയാണ് 20,800 താഴെയാണ് വരുന്നതെങ്കിൽ അത് 20,600 വരെ വരാം. അവിടെ നിന്ന് വീണ്ടും ഒരു ഷാർപ്പ് റാലി 29,400 വരെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ലെവൽസിലേക്കും ഫ്രഷ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇനി ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് 28,850 ലെവൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും. ഇനി അവിടെ നിന്ന് വരുന്ന ഒരു പുൾ ബാക്ക് 29,460 ലെവൽസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇനി ഈ ലെവലിന് താഴെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു സെൽ ഓഫ്, കാരണം ഓരോ ലെവൽസിലും പുതിയ ഫ്രഷ് ഹൈസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചാൻസസ് അപ്സൈഡിലേക്ക് പോകാനാണ്. ഞാൻ ഇന്ന് ടെലിഗ്രാമിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു
നിഫ്റ്റിയുടെ ലെവൽ പറഞ്ഞിരുന്നു 12,960 സ്റ്റിഫ് റെസിസ്റ്റൻസ് ലെവലാണ്. അവിടെ നിന്നൊരു സെൽ ഓഫ് എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ആ ലെവൽ വന്നപ്പോൾ സെൽ ഓഫ് കിട്ടി. ആ നിഫ്റ്റിയുടെ ആ ലെവൽസ് മെൻഷൻ ചെയ്തത് ഫോളോ ചെയ്തവർക്ക് എക്സാക്ട്ലി ഒരു 70 പോയിന്റ് 80 പോയിന്റ് ഇൻട്രാഡേ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് ഉജ്ജീവനാണ്. ഉജ്ജീവൻ ഡേ ചാർട്ടിൽ ഫ്രഷ് ബ്രേക്ക്ഔട്ട് കിട്ടിയിരിക്കുകയാണ്. അതായത് 275 ശേഷം കുറെ നാളിന് ശേഷം 275 മുകളിലുള്ള ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് കിട്ടിയിരിക്കുകയാണ്. നല്ല ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ് അതിനുശേഷം ആ പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ ഉജ്ജീവന് സാധിച്ചിട്ടില്ല. അതിനുശേഷം ലാസ്റ്റും ആ ഹൈയിലേക്ക് എത്തി. പക്ഷേ ഒരു സെൽ ഓഫിന്റെ പ്രഷർ കൊണ്ട് അത് താഴേക്ക് പോയി. നമുക്ക് നോക്കേണ്ട ഒരു ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 285 ഒരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 285 ലെവൽസ് ഒരു ബൈയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 285 ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു ബൈ എടുക്കുക. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാവുന്നത് 297 തന്നെയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള അപ്സൈഡിലേക്ക് പോകുള്ളൂ. പക്ഷെ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. ട്രൈ ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 285 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 285 കിട്ടുന്നുണ്ടെങ്കിൽ 276 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 297 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് ഇക്വിറ്റാസ് ആണ്. ഇക്വിറ്റാസും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫിനാൻഷ്യൽ സെക്ടറിലും നല്ലൊരു ബൂം വരുന്നുണ്ട്. ഇതിൽ ലാസ്റ്റ് പാർട്ടിസിപ്പേഷനാണ് ഇക്വിറ്റാസും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓൾറെഡി ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് എല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്തു. ബജാജ് ഫിനാൻസ് കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തു. പിന്നെ ഇക്വിറ്റാസ് കുറേ നാളിന് ശേഷമുള്ള ഓൾറെഡി ഉജ്ജീവൻ പറഞ്ഞ പോലെ കുറേ നാളിന് ശേഷമുള്ള ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ട് ആണ്. ഈ ലെവലിൽ നിന്നുള്ള ഫ്രഷ് ബ്രേക്ക്ഔട്ട് ആണ് 63.40 നിന്ന് അവസാനിച്ചിരിക്കുന്നത്. ഡേ ട്രേഡ് ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ മോർണിംഗിലെ ഓപ്പണിംഗിൽ തന്നെ ഒരു അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടി. അത് അവിടെ ഫ്രീസിങ് ആണ്. നമുക്കിനി നോക്കേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ 64 എബോവ് കിട്ടുവാണെങ്കിൽ നമ്മളൊരു ഇൻട്രാഡേക്ക് ബൈ എടുക്കും. ആ ഒരു ബൈയിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് 68 വരെയാണ്. സ്റ്റോപ്പ് ലോസ് 61 താഴെ 60.50 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ടാർഗറ്റ് 68 ആയിട്ട് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്കും കാപ്രി ഗ്ലോബൽ ആണ്. കാപ്രി ഗ്ലോബലും ഈ പറഞ്ഞ പോലെ തന്നെ മോർണിംഗിൽ ഓപ്പൺ ചെയ്തതും ഹൈയിലായിരുന്നു. അതിനുശേഷം ചെറിയൊരു സെൽ ഓഫ് വന്ന് എഗെയിൻ ആ ലെവലിൽ തന്നെയാണ് ക്ലോസിങ്. നമുക്കിത് നോക്കേണ്ടതെന്ന് വെച്ചാൽ 287 എബോവ് വരുന്നുണ്ടോ എന്ന് നോക്കണം. 287 എബോവ് ആണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. 282 സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. 295 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് ഗ്രാനുവൽ ആണ്. ഗ്രാനുവലും ഇന്ന് നല്ലൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മോർണിംഗിലെ ഓപ്പണിങ്ങിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്കാണ് പോയത്. ഒരു സെൽ ഓഫും വന്നിട്ടില്ല. വളരെ സ്ട്രെങ്ത്ഫുൾ ആയിട്ടുള്ള ഒരു അപ്സൈഡ് വന്നു. അതിന്റെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എഗെയിൻ ഒരു അപ്സൈഡ് വന്നു. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എഗെയിൻ ഒരു അപ്സൈഡ് വന്നു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഓരോ ലെവലിലും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത് തന്നെയാണ് ഈ 3 ലെവലിലും ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. ആ 3 ലെവലിലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റത്തിന്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ഒരു ട്രെൻഡ് വരുന്നു, അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. എഗെയിൻ ഒരു ട്രെൻഡ് വരുന്നു, അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു. എഗെയിൻ അവിടെ നിന്ന് ഒരു ട്രെൻഡ് വരുന്നു, ഇവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സോ ഇറ്റ്സ് എ ക്ലീൻ കട്ട് ഓഫ് അപ്സൈഡ് മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാനുവൽസ് ഒരു ബൈ കൺസിഡർ ചെയ്യാവുന്നതാണ്. 400 എബോവ് വരുന്ന 401 എബോവ് വരുന്ന ഒരു മൂവ്മെന്റ് നമുക്ക് ബൈയിലേക്ക് കൺസിഡർ ചെയ്യാം. 408 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത് 398 ബിലോ. ഇതിന്റെ എല്ലാം എക്സാക്ട് ലെവൽസ് ഞാൻ ടെലിഗ്രാം ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ആ ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഫോളോ ചെയ്യാം. ടെലിഗ്രാം ലിങ്കിൽ ലൈവ് മാർക്കറ്റിലെ വേറെ കുറച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ലെവൽസ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒക്കെ എക്സാക്ട്ലി ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബൈയും സെല്ലും അവിടെ നിന്ന് കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ ടെലിഗ്രാം ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ വരുന്ന അപ്ഡേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് തന്നെ പറഞ്ഞിരുന്നു 12,965 വന്നിരുന്നപ്പോൾ
നിഫ്റ്റി ഒരു സെൽ ഓഫ് വരുമെന്ന് പറഞ്ഞിരുന്നു. സെൽ ഓഫ് എക്സാക്ട്ലി 70 പോയിന്റിന്റെ ഒരു സെൽ ഓഫ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓപ്ഷൻസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഫ്യൂച്ചർ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ, അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതേ ഉള്ളൂ. 1:4 എന്നുള്ള റേഷ്യോയിലാണ് റിസ്ക് പറയുന്നത്. ഒരു 20 പോയിന്റ് 25 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് 70-80 പോയിന്റ്സ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെലിഗ്രാം ലിങ്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ടെലിഗ്രാം ഫോളോ ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. ബൈ.